സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ എൻ്റെ അമ്മ ജോളോച്ചി ഇന്ന് കഴിക്കാൻ പോകുകയാണ്. ജോളോച്ചിന് ഏറ്റവും എരിവുള്ള മുളകാണ് ഇതിലുള്ളത്. ശരിക്കും ഇത് കഴിക്കാൻ എടുക്കുമ്പോൾ തൊട്ട് അമ്മ ചോദിക്കുന്നുണ്ട് അമ്മ മരിച്ചു എന്ന് അമ്മൂനൊരു ടെൻഷൻ. കാരണം ഇത് ഭയങ്കര എരിവാന്നൊക്കെ വീഡിയോസൊക്കെ അവൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത് വാങ്ങിക്കാനുള്ള കാരണം അവൾ തന്നെയാണ്. നമുക്കൊന്ന് വാങ്ങിച്ച് നോക്കിയാലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പൊതുവേ എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വെച്ചത്. അങ്ങനെ എന്തായാലും അതിൻ്റെ പീസ് എടുത്തു. അത്യാവശ്യം വലിയൊരു പീസായിരുന്നുകൊണ്ട് ഒറ്റയടിക്ക് കഴിക്കാനുള്ളൊരു മനസ്സ് വന്നില്ല. ആദ്യം ചെറുതായിട്ടൊരു ബൈറ്റ് എടുത്തു. അപ്പം അതിനകത്ത് നല്ല കുരുമുളക് ഡ്രൈ ആയിട്ട് പുറത്ത് കിടക്കുന്നുള്ളൊരു ഫീലുണ്ട്. അപ്പോൾ അത് തൊണ്ടയിലേക്ക് ചെല്ലുമ്പോൾ ചെറിയൊരു കുത്തലൊരു ചുമ പോലെ വന്നു. കുഴപ്പമൊന്നുമില്ല, പക്ഷേ പിന്നെയും കഴിക്കാൻ പറ്റും. രണ്ടാമത്തെ പീസ് എടുത്തപ്പോഴാണ് നമുക്ക് ചുണ്ടിൽ ബുദ്ധിമുട്ടുമ്പോഴാണ് നമുക്ക് ആ എരിവ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഏകദേശം അത് തീരാറായപ്പോഴത്തേക്കും കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഭയങ്കരമായി കത്തുന്ന എരിവൊന്നുമില്ല, സഹിക്കാൻ പറ്റുന്ന എരിവേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മുളകൊക്കെ കഴിച്ച് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നമൊന്നും തോന്നുന്നില്ല. അത് ഫിനിഷ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് പീസും കൂടി കഴിച്ചു. അതിൻ്റേതായ കംപ്ലീറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ചിലപ്പം നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഒരു കുഴപ്പമില്ല, ഉടനെ തന്നെ വെള്ളം കുടിക്കാനോ അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ല. നോർമൽ നമ്മളൊരു സ്പൈസി ഫുഡ് കഴിക്കുന്ന ഫീലിങ്സ് ഉണ്ടായുള്ളൂ. പക്ഷേ കുരുമുളകിൻ്റെ ഒരു കുത്തലുള്ളതുകൊണ്ട് നമുക്ക് ചുമ വരിക, കണ്ണ് നിറയുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അമ്മു അതിനിടയ്ക്കൊന്നും അത് തൊട്ട് കയ്യിൽ മുഴുവനും മുളകാക്കിയിട്ട് അവളത് കഴുകാൻ വേണ്ടി പോയേക്കുവാണ്. അവൾക്ക് ടേസ്റ്റ് നല്ല സുഖമുണ്ട്, എരിവുണ്ട് അത്യാവശ്യം. ഒരു 5-8 കാന്താരിമുളകൊക്കെ ഒരുമിച്ച് കഴിക്കുമ്പോൾ എരിവുണ്ട്. പക്ഷെ അറിയില്ല, ഇത് മറ്റേ കരോലീന റീപ്പർ പെപ്പർ അത്രേ എരിവുള്ളൊരു മുളകാന്നല്ലോ പറഞ്ഞേ. അമേരിക്കയിലോ അവിടെ എങ്ങാണ്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞത്. ഒരു വേണ്ടി ട്രൈ ചെയ്യാനൊക്കെ നല്ല രസമുണ്ടെന്ന്. 5 മിനിറ്റ് കാണും. 5 മിനിറ്റ് ആയി കാണും. 2 മിനിറ്റ് എങ്ങനെയാ ഇത്രയും സന്നാഹങ്ങളൊന്നും ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആണോ? കുടിച്ചോ, കൊണ്ടുവന്നതല്ലേ? ഐസ്ക്രീം കഴിച്ചോ? ഐസ്ക്രീമും ഷേക്കും പാലും കുറച്ച് കുടിച്ചോ? ഇല്ല അമ്മോ, ബാക്കി നമുക്ക് കഴിക്കാം. കഴിക്കുമ്പോൾ സ്മൂത്തല്ലേ? എരിവ് പോകുന്നുണ്ടോ? ആ, നീ കാന്താരിമുളക് കഴിച്ച് പഠിച്ച ആളാവേണ്ട എരിവുള്ളത് ഇല്ല അമ്മോ. ഷേക്ക് കുടിച്ചു. അമ്മ ഷേക്ക് കുടിച്ചു. താഴെ പോവും, അമ്മ താഴെ പോവും. ഇപ്പൊ എവിടെയൊക്കെ എരിവ് വരുന്നില്ല തൊണ്ടയില്. നമ്മള് എന്താ പറയാ, പാല് കുടിക്ക്. എന്ത് ചെയ്യുമ്പോ അങ്ങനത്തെ എരിവ് തന്നെ. ഞാൻ കഴിച്ചോട്ടെ, തുള്ളി വന്നേ. കഴിച്ചോട്ടെ, തുള്ളി വന്നാ തരിക. അമ്മ ഒന്ന് പൊടി നക്കി വെക്കോ? വേണോ? എങ്ങനെയുണ്ട്? ശരിക്കും എത്ര പ്രശ്നമില്ല. എനിക്ക് ശരിക്കും എരിവ് പോയി. തുള്ളി വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് 3-4 സ്പൂൺ ഐസ്ക്രീം ഇറങ്ങി പോണം. എനിക്ക് ഇവിടെ വരെ എരിവ് വന്നിട്ടുള്ളൂ. ഇവിടെ എനിക്ക് എരിവ് വന്നിട്ടില്ല. ഇറങ്ങി പോണ വഴിയൊക്കെ എരിവാമോ? അമ്മ എന്നോട് എപ്പോഴും ചോദിച്ചിട്ടിരിക്കുക, അമ്മ മരിച്ചു പോകും. നീ എങ്ങനെ കഴിച്ചാൽ മുഴുവനും? ഞാൻ എരിവ് കഴിച്ച് ശീലിച്ചേക്കുന്നോണ്ട് നോ പ്രോബ്ലം. ഇത്ര ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു, വെറുതെ വേസ്റ്റ്. ഇത് ഷേക്ക്, ഇത് പാല്, ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്ക് ഐസ്ക്രീം അതെടുത്ത് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഫിനിഷ് ആക്കിയിരിക്കുന്നു ഗൈസ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടോ, ഷോർട്ട് ടൈം ലോസ് ഓഫ് സ്പീച്ച്, മൗത്ത് ഓൺ ഫയർ, ബേഡ് വിഷൻ ഫ്രം ടിയേഴ്സ്, അങ്ങനെയൊക്കെയാണ്. എനിക്ക് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ശകലം ഒരു തൊണ്ടയിൽ ഒരു എരിവ് കഴിച്ച ഉടനെ അതാ കുരുമുളക് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് തൊണ്ടയിലേക്ക് ഒരു കുത്തലുണ്ടല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ.
അല്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ എരിവൊന്നും തോന്നിയില്ല. ഇതിലൊരു എനിക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് പച്ചമുളകൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ടിപ്പം 10-15 മിനിറ്റായി. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോഴും ഇവിടെ ബാക്കി വെക്കുന്നുണ്ട്. ഐസ്ക്രീമും ഷേക്ക് ഇതേ ഇവിടെ വേറൊരാളെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാത്തത് കൊണ്ട് ഒരു കുഞ്ഞു കഷ്ണം കഴിച്ച ഒരാളാണ് അവിടെ ഷേക്ക് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അമ്മൂന് ഒരു പ്രശ്നമില്ല. അല്ല അമ്മ മരിച്ചു പോയില്ലല്ലോ.